1 ലിറ്റർ പെട്രോളിൻ്റെ സമാനമായ പ്രൈസിന് തന്നെയാണ് E20 നമുക്ക് കിട്ടുന്നത്. പക്ഷേ അതിൽ എനർജി കണ്ടന്റ് ഡ്രാസ്റ്റിക്കലി കുറവാണ് എന്നുള്ളത് അതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം മൈലേജ് കുറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് കുറയുന്നു എന്നുള്ള ടെക്നിക്കൽ സൈഡ് പറയുമ്പോൾ അതിന് എനർജി കണ്ടന്റ് കുറവാണ് എന്നുള്ളത് തന്നെയാണ്. 44 കോടിയിലധികം വാഹനങ്ങളാണ് ഇന്ത്യയുടെ നിരത്തിലുള്ളത്. അതിൽ ഈ പറയുന്ന 34 കോടിയിലധികം വാഹനങ്ങളും E20 കമ്പാറ്റബിൾ അല്ല എന്നുള്ള കണക്ക് നമുക്കിപ്പോൾ ലഭ്യമാണ്. അത് വാഹനന്റെ സർക്കാരിന്റെ തന്നെ ഡാറ്റാബേസിൽ നിന്ന് വരുന്ന കണക്കുകളാണ്. നിരന്തരമായും 10 വർഷം ഒരാൾ എത്തനോൾ ആഡ് കഴിഞ്ഞാൽ വണ്ടിയിലുള്ള പല മെറ്റീരിയലുകൾ ഇതിൽ ഡിസോൾവ് ആയി പോകുന്നുള്ള വലിയൊരു സംഭവം. അഥവാ എഞ്ചിൻ പ്രശ്നം അവിടെ നടക്കുന്നുള്ളൊരു റബ്ബർ പാട്ടം വരുന്നുണ്ട്. മെറ്റലുകളാണെങ്കിൽ അതിൻ്റെ കൊറോഷൻ അഥവാ ഈ തുരുമ്പരിക്കുക എന്നുള്ള സംഭവം കൂടി അവിടെ നടക്കുന്നുണ്ട്. ഓൾഡ് ബൈക്ക് അതിലൊക്കെയാണെങ്കിൽ പിന്നെ ആകെ കൺട്രോൾ ചെയ്യാണ്ടാവുക നമ്മുടെ ഈ ഒരു സ്പാർക്ക് ടൈമിംഗ് ആണ്. ഈ സ്പാർക്ക് ടൈമിംഗ് എന്നുള്ളത് കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത് നോർമലി പെട്രോൾ അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടാണ്. സെൽഫ് കടിക്കുന്ന സമയത്ത് നമ്മൾ കുറേ സമയം അവിടെ അഥവാ എൻജിൻ ഹീറ്റായി ആ എത്തനോൾ ബോയിലിംഗ് ടെമ്പറേച്ചർ എത്തിയതിന് ശേഷം ആ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുള്ളൂ. കാരണം ഈ സ്പാർക്കുന്ന സമയത്ത് പെട്രോളിനെ കൂടി ആരും വരുന്നുണ്ട്, എത്തനോൾ വരുന്നുണ്ട്, ഇഷ്യൂ ഉണ്ട്. രാജ്യവ്യാപകമായി E20 പെട്രോൾ നിർബന്ധിതമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഈ സാഹചര്യത്തിൽ വാഹന ഉപയോക്താക്കളുടെയും സാങ്കേതിക വിദഗ്ധരുടെയും ഭാഗത്തു നിന്ന് നിരവധി ആശങ്കകളാണ് ഉയരുന്നത്. വാഹനത്തിൻ്റെ ഇന്ധനക്ഷമതയെ ബാധിക്കുന്നു, യന്ത്രഭാഗങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകുന്നു എന്നിങ്ങനെ ആശങ്കകൾ നിരവധിയാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ്റെതായി പുറത്തുവന്ന റിപ്പോർട്ടിലും ഈ ആശങ്കകൾ ഏതാണ്ട് ശരിവെക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ E20 പെട്രോളിൻ്റെ പ്രായോഗിക വശങ്ങൾ എന്തൊക്കെയാണ് ആശങ്കകൾ, നമ്മൾ കരുതേണ്ടത് എന്താണ്? ഈ വിഷയത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കാനായി സബ്ജക്റ്റ് എക്സ്പേർട്ടായ ഡോക്ടർ മുഹമ്മദ് നിയാസ്, കോഴിക്കോട് NIT ഗവേഷകനായ ഷബീർ നൂറാനി എന്നിവരാണുള്ളത്. നമസ്കാരം, ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമാണ്. പല മാധ്യമങ്ങളും ഈ വിഷയത്തിൽ ഇതിനു മുമ്പ് ചർച്ചകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്, നിലവിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സബ്ജക്റ്റ് എക്സ്പേർട്ട് ആയിട്ടുള്ള 2 വ്യക്തികളെ ഇരുത്തിയിട്ടാണ് നമ്മൾ അപ്ഡേറ്റ് ഈ വിഷയം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു തുടങ്ങുന്നത് എന്ന് പറയുന്നത് ഈ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ E20 പെട്രോളിൻ്റെ ഒരു പ്രായോഗികതയുണ്ട്. ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്, സർക്കാർ പറയുന്ന പല കാര്യങ്ങളും പലപ്പോഴും കോൺട്രഡിക്ടറിയാണ്. സർക്കാർ തന്നെ വാദങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. E20 പെട്രോൾ എത്രത്തോളം രാജ്യത്ത് പ്രായോഗികമാണ് എന്നൊരു ചോദ്യമുണ്ട്. എത്രത്തോളം പ്രായോഗികമായിരിക്കും? E20 പെട്രോളിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളതിൻ്റെ ഒരു പോസിറ്റീവ് വശം ഉണ്ടാവാം, അതേപോലെ നെഗറ്റീവ് വശം ഉണ്ടാവാം. ഒരു പോസിറ്റീവ് തലത്തിൽ പറയുന്ന കാര്യങ്ങൾ, ഒന്ന് പ്രധാനമായിട്ടും നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച്, അതായത് ഫോറിൻ ഫ്യൂവൽ ഡിപ്പെൻഡൻസി നമുക്ക് കുറയും എന്നുള്ളതാണ് ഒരു പോസിറ്റീവായിട്ട് ഒരു വശം. ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശം പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ 20% ഓഫ് ഫ്യൂവൽ കട്ട് ഡൗൺ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം 85% ഓഫ് ക്രൂഡ് ഓയിൽ നമ്മൾ പുറത്തുനിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു കട്ട് ഡൗൺ എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. മറ്റൊരു തരത്തിൽ ഇതൊരു ഫ്യൂവൽ ഉപയോഗിക്കുമ്പോൾ, ഇതിപ്പം നമ്മുടെ ഫ്യൂവൽ ഈ ഒരു E20 എന്ന് പറയുന്നത് കുറച്ചുകൂടെ നാച്ചുറൽ റിസോഴ്സ്, ഡയറക്ട്ലി ഓക്സിജൻ കണ്ടൻറ്റ് കുറച്ച് കൂടിയ ഫ്യൂവലാണ്. ഇതിൻ്റെ ഒരു ബേണിംഗ് സൈഡ് നോക്കുമ്പോൾ, എൻജിൻ എമിഷൻ സൈഡ് നോക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് പോലെയുള്ള, കാർബൺ മോണോക്സൈഡ് പോലെയുള്ള, അല്ലെങ്കിൽ സ്മോക്ക് പോലെയുള്ള എമിഷൻസ് കുറയാനൊരു പരിധി വരെ ഇതിൻ്റെ അഡീഷൻ സഹായിക്കുന്നുണ്ട്. എമിഷൻ സൈഡിൻ്റെ മറ്റൊരു സൈഡിലേക്ക് പോകുമ്പോൾ നൈട്രജൻ എമിഷൻ സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അത് നോർമലി മോഡേൺ എഞ്ചിനാണെങ്കിൽ, ഇപ്പം നമ്മുടെ ഒരു മോഡേൺ കാറ്റലിറ്റിക് കൺവേർട്ടറൊക്കെ ഉള്ള ഒരു എഞ്ചിനാണെങ്കിൽ അതിൽ നമുക്കൊരു പരിധി വരെ എമിഷൻ കൺട്രോൾ ചെയ്യാം, നൈട്രസ് ഓക്സൈഡിൻ്റെ എമിഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതില്ലാത്ത ഓൾഡ് വെഹിക്കിളാണെങ്കിൽ നമുക്ക് നൈട്രജൻ ഓക്സൈഡ് വളരെ ഡേഞ്ചറസ് തന്നെയാണ്. നമ്മൾ E20 ഇന്ധനം ആളുകളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സാധാരണ ബൈക്കുകളിൽ ഏകദേശം 10 മുതൽ 20% വരെയൊക്കെ മൈലേജ് കുറയുമെന്നാണ് പല അനൗദ്യോഗിക കണക്കുകളും പറയുന്നത്. 10% വരെ കുറഞ്ഞേക്കുമെന്നുള്ള പല സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. 1900 CC താഴെയുള്ള കാറുകളിൽ ഇതേപോലെ 10%-ഓളം ഫ്യൂവൽ എഫിഷ്യൻസി അല്ലെങ്കിൽ ഇന്ധനക്ഷമത കുറയുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പം ഇതൊക്കെ ആശങ്കകൾ നിലനിൽക്കുകയാണ്. വളരെ സാധാരണക്കാരായ പൗരൻ കുറഞ്ഞ മൈലേജ് കിട്ടുന്ന ഈ എണ്ണ അടിച്ച് കൂടുതൽ പൈസ കൊടുത്തടിച്ച് ഇത്രയും പണം ഒരു വശത്തോടെ നൽകുന്നു. അപ്പുറത്ത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വിദേശ നാണ്യത്തിൻ്റെ ലാഭമാണ്. മറ്റൊന്ന് പ്രകൃതിയിലേക്ക് പോകുന്ന ക്ലീൻ ഇന്ധനം എന്നുള്ള രീതിയിലാണ്. അത്ര ക്ലീൻ ആണോ E20 എന്ന് പറയുന്നത്? ഇതിൻ്റെ ഇപ്പോൾ എത്തനോളിലേക്ക് മാറാൻ പ്രധാനപ്പെട്ട ഉദ്ദേശം പറയുന്നത് സാമ്പത്തിക ലാഭമാണ്. അപ്പോൾ ഇത് മനസ്സിലാവാത്തത്, ഒരു ഭാഗത്ത് എത്തനോൾ അടിച്ച് ഇതിൽ പെട്രോൾ ആഡ് ചെയ്യുന്നുണ്ട്,
അതിന് ആനുപാതികമായി പെട്രോളിന് വില കുറയുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ എണ്ണടിച്ച് അതിൻ്റെ മൈലേജിൽ അഥവാ മൈലേജ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിൻ്റെ വണ്ടിക്ക് വേണ്ടി ചിലവഴിക്കേണ്ട പണം കൂടുന്നു. മറുഭാഗത്ത് പറയുന്നത് കർഷകർക്ക് പിന്നെ അവർക്ക് സംരക്ഷണമാണ്, അവർക്ക് കൃഷി ചെയ്താൽ അവർക്ക് കൂടുതൽ കരിമ്പ് കൃഷിയിലേക്ക് അല്ലെങ്കിൽ നാണ്യ കൃഷിയിലേക്ക് പോകാനുള്ള ഒരു പ്രോത്സാഹനമാണെന്ന് പറയുന്നിടത്തും അതേ കിട്ടിയ പൈസ എന്ത് ചെയ്യുന്നു തിരിച്ച് ഇതിലൂടെ ഏൽപ്പിക്കുന്ന ഒരു സർക്കിൾ, ഒരു കോൺട്രാഡിക്ഷൻ വരുന്നുണ്ട് അവിടെ എന്നുള്ളതാണ്. രണ്ടാമത്തെ വശം പറഞ്ഞത് നമ്മൾ പൊതുവേ പറയാറുണ്ട്, ഇപ്പോൾ പിന്നെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഭാഗമായിട്ട് പറയാറുണ്ട്, ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് റീസൺ പറയാറുള്ളത് കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ചാണ്. കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് കുറക്കുക എന്ന രീതിയിൽ നമ്മൾ പറയുന്നിടത്തും ഇവിടുന്ന് പുറത്ത് വരുന്നത് മീഥൈനാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെയധികം ഗ്രീൻ ഹൗസിനെ എഫക്റ്റ് ചെയ്യുന്ന, അഥവാ അതിൻ്റെ 10 ടൈംസ് അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടിയിലധികം നമുക്ക് ഗ്രീൻ ഹൗസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു വാതകമാണ് മീഥൈൻ പുറത്തു വരുന്നത്. നെൽപ്പാടങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരുന്ന മീഥൈനുകൾ പുറത്തു വരുന്നത്. അതുപോലെ ഈ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് ഉണ്ടല്ലോ, നമ്മൾ ഈ ഷുഗർ കെയിനിൽ നിന്നും പ്യുവർ എത്തനോളിലേക്ക് മാറ്റേണ്ട. പിന്നെ വേറെ സാധനം കൂടിയുണ്ട്, നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ഷുഗർ കെയിൻ ഡയറക്റ്റ് നമുക്ക് ഫെർമെൻറ്റേഷൻ വഴി പ്യുവർ എത്തനോളാക്കി മാറ്റാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പല പ്രോസസ്സിലൂടെ പല കെമിക്കൽ ആഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ പുറത്തു വിടുന്ന എത്തനോളിൻ്റെ അളവ് പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ വളരെയധികം എഫക്റ്റ് മീഥൈൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ദൂഷ്യഫലം എന്നുള്ളത്. എൻവയോൺമെന്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണോ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ടോട്ടലി നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ വാട്ടർ കൺസംഷൻ, എനർജി റിന്യൂവബിൾ ആണെന്ന് പറയുമ്പം തന്നെ നമ്മുടെ ഇതിൻ്റെ റിന്യൂവബിൾ ആവുന്ന സമയത്ത് തന്നെ അവിടുന്ന് വരുന്ന എമിഷൻസ്, ഇപ്പം മീഥേൻ എമിഷൻ പറഞ്ഞു, മീഥേൻ എമിഷൻ അത് പിന്നെ വളരെ കൂടുതലാണ് അതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞു. ടോട്ടൽ ഓവറോൾ എമിഷൻസ് നോക്കുമ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ വരുമ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അവിടെയും സം കൈൻഡ് ഓഫ് എനർജി അവിടെ യൂസ് ചെയ്യണം. ഇലക്ട്രിസിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഹീറ്റിങ്ങും അതേപോലെ സ്റ്റിറിങ് പോലെയുള്ള ഡിഫറെൻറ്റ് പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ടാവും. അതിനൊക്കെ എനർജി പിന്നെയും കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടോട്ടൽ ഓവറോൾ നോക്കുന്ന സമയത്ത് അപ്പം ശരിക്കും ഒരു ഓഡിറ്റിംഗ് വിധേയമാവണം എന്നാണ് പറയുന്നത്. കാരണം ടോട്ടൽ എമിഷൻ എന്ന് പറയുമ്പോൾ ഇത് ഫ്രം പ്രൊഡക്ഷൻ സ്റ്റേറ്റ് ടു ലാസ്റ്റ് നമ്മുടെ ഫൈനൽ പ്രോസസ്സിംഗ് സ്റ്റേജ് ഉൾപ്പെടെ ഫൈനലി നമ്മുടെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കുറയുന്നു എന്ന് പറയുന്നതും അവിടെ മറു സൈഡിൽ ഉണ്ടാവുന്ന മീഥൈൻ്റെയും അല്ലെങ്കിൽ വാട്ടർ കൺസംഷൻ്റെയും അല്ലെങ്കിൽ മറ്റ് എനർജി യൂസ് ചെയ്യുന്ന എനർജിയുടെയും ഒക്കെ എത്രത്തോളം ഇന്റൻസിറ്റി ഉണ്ട് നോക്കുമ്പോൾ നമുക്ക് അതുപോലെ അങ്ങനെ പറയാമോ, ഒരു എക്സ്പെർട്ട് എന്ന നിലയിൽ ഈ മീഥൈനും കാർബൺ ഡൈ ഓക്സൈഡും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ കുറിച്ച് നമുക്കൊന്ന് കണക്കാക്കാൻ പറ്റുക? ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഓവർ 100 years എന്ന് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പം 1 kg ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കുന്ന എഫക്റ്റിനേക്കാൾ ഒരു 20 to 30 times മോർ ദാൻ ആണ് ഇമ്പാക്റ്റ് എന്നാണ് പറയുന്നത് മീഥൈൻ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് കാർബൺ എമിഷൻ. ഇപ്പോൾ കാർബൺ ഒരു പരിധിവരെ റീസൈക്ലബിൾ ആണ്, എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നുണ്ട്, അബ്സോർബ് ചെയ്യുന്നുണ്ട്. മീഥൈൻ എന്നുള്ളത് അങ്ങനെ ഒരു അബ്സോർബിങ് എന്ന രീതി ഡയറക്റ്റ് അബ്സോർപ്ഷൻ കാണുന്നില്ല. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു പരിധിവരെ എന്ത് ചെയ്യും, നമ്മുടെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നുണ്ട്, അത് കൺവേർട്ടിങ് ടു എന്താ പറയുക ഒരു കാർബൺ ഫിക്സേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ഈ മീഥൈൻ എന്നുള്ളത് അങ്ങനെ ഒരു ഡയറക്റ്റ് പ്രോസസ്സിലൂടെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഓവർ എ പീരീഡ് ഓഫ് 100 years നമ്മൾ എടുക്കുകയാണെങ്കിൽ അബൌട്ട് 20 to 30 times മോർ ഇമ്പാക്ട് ഉണ്ടാകുന്നു. ഈ മീഥൈൻ നമ്മൾ നേരത്തെ പറയുന്ന പോലെ ഡൽഹിയിൽ നിന്നും മീഥൈൻ പുറത്തു വരുന്നു എന്ന് പറയുന്ന പോലെ തന്നെ കരിമ്പ് കൃഷിയിൽ നിന്നും സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടാവില്ലേ? ഇനി മറ്റൊരു വശം മീഥൈൻ മാത്രമല്ല, നമ്മൾ ഇതിൽ നിന്നുണ്ടാകുന്ന ഏതൊരു ക്രോപ്പ് ഉണ്ടാക്കുന്ന സമയത്തും കർഷകർ ചെയ്യുന്നൊരു പണിയുണ്ട്. അപ്പം ഡൽഹിയിലൊക്കെ വലിയൊരു എൻവയോൺമെന്റൽ ഇഷ്യൂ ആയിട്ട് പറയുന്നത് ഒരു കാലത്ത് കർഷകർ പിന്നെ കത്തിക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ റെസിഡ്യൂ ബേൺ ചെയ്യാന്നുള്ളൊരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. അതായത് ഇപ്പം കൃഷി കഴിഞ്ഞാൽ അവിടെ നിന്നുണ്ടാവുന്ന വേസ്റ്റുകൾ അത് ബേൺ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉള്ളത് കൊണ്ട് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഷുഗർക്കേൻ്റെ കേസ് തന്നെ ഇതിന്റെ ബാക്കി കമ്പോണൻസ് അവർ ബേൺ ചെയ്യുകയാണെങ്കിൽ പിന്നെയും കാർബൺ എമിഷൻ കൂടുകയാണ്. അത് നമ്മൾ കാണാതെ പോകുന്നൊരു വശമാണ്. അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഇതിന്റെ പ്രോസസ്സിൽ ത്രൂ ഔട്ട് ദ പ്രോസസ്സ് ടോട്ടലി ഇപ്പം നമ്മളത് വെറുതെ അത് പിന്നെ മീഥൈൻ എമിഷൻ ഉണ്ടാവുന്നത് ശരിക്കും അത് ഒരു മൈക്രോബിയൽ റിയാക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് അത് വെറുതെ ചെയ്യാൻ വിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്നുണ്ടാവും നോർമലി ആ പ്രോസസ്സിങ് വഴി മീഥൈൻ ഗ്യാസ് ഉണ്ടാവും. അപ്പോൾ ആ മീഥൈൻ എമിഷൻ ഒരു തരത്തിലുണ്ടാവും. അല്ലെങ്കിൽ ബേൺ ചെയ്യുകയാണെങ്കിൽ പിന്നെയും കാർബൺ എമിഷൻ കൂടെ ചെയ്യുന്നത്. അപ്പം കാർബൺ ഓൾറെഡി അവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ആ കാർബൺ വീണ്ടും എമിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ ടോട്ടൽ പ്രോസസ്സിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് ഓരോ സ്റ്റേജിലും എമിറ്റ് ചെയ്യുന്ന കാർബൺ ഇക്വലൻസി എന്ന് പറയുമ്പോൾ അത് ശരിക്കും പഠനവിധേയ കണ്ടൊരു കാര്യമാണ്. അപ്പോൾ അത് നോക്കണം. അതായത് ഇപ്പോൾ ഓരോ സ്റ്റേജിലും എമിറ്റ് ചെയ്യുന്ന കാർബൺ എന്നുള്ളത് പറയുമ്പോൾ അത് ടോട്ടൽ ഇവിടെ ലാഭിക്കുന്ന ഇവിടെ നമ്മൾ ഫ്യൂൽ ബേൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന കാർബൺ റിഡക്ഷനേക്കാൾ എത്രത്തോളം അത് ഈക്വലൻ്റ് ആണോ എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ളൊരു പഠനം കൂടെ എൻവയോൺമെന്റൽ സയന്റിസ്റ്റുകൾ നടത്തേണ്ട ഒരു ഏരിയ ആണ്. അത് നമ്മൾ പ്രത്യക്ഷത്തിൽ ലാഭമെന്ന് തോന്നുന്ന പലതിൻ്റെയും പരോക്ഷമായി നമ്മളെ ബാധിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വിശദമായ പഠനം ഇതിനാവശ്യമാണ്. അഥവാ ഒരു കെമിസ്റ്റിനെ വെച്ചുകൊണ്ട് മാത്രമോ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ സയന്റിസ്റ്റിനെ വെച്ച് മാത്രമല്ല, വിശദമായിട്ട് അവിടെ പൊളിറ്റീഷ്യന്മാർ വേണം, എക്കണോമിസ്റ്റുകൾ വേണം,
നാച്ചുറൽ സയൻറ്റിസ്റ്റുകൾ വേണം, കെമിസ്റ്റുകൾ വേണം, എല്ലാവരും ചർച്ച ചെയ്ത് ഒരു വിദഗ്ധമായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം സ്വാഭാവികമായിട്ടും ഈ ഒരു മാറ്റത്തിലേക്ക് പോകേണ്ടത്. ധൃതിപ്പെടാതെ നമുക്ക് പഠനവിധേയമാക്കി കൃത്യമായി അതിന്റെ പോളിസികൾ മേക്ക് ചെയ്താവണം നമ്മുടെ ഈ ഒരു പ്രോസസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ടതും മുന്നോട്ട് നീങ്ങേണ്ടതും. ഇതൊരു പെട്ടെന്നൊരു ഇന്ന് മാറ്റുക നാളെ മാറ്റുക എന്നുള്ള ഒരു ധൃതിപ്പെടൽ കാരണം ആളുകൾക്ക് ആശങ്കകളുണ്ട്. 44 കോടിയിലധികം വാഹനങ്ങളാണ് അതെ. ഇന്ത്യയുടെ നിരത്തിൽ ഇപ്പോഴുള്ളത്. അതെ. അതിൽ ഈ പറയുന്ന 34 കോടിയിലധികം വാഹനങ്ങളും E20 കമ്പാറ്റബിൾ അല്ല എന്നുള്ള അല്ല. കണക്ക് അതെ. നമുക്കിപ്പോൾ ലഭ്യമാണ്. അത് അതെ. സർക്കാരിന്റെ തന്നെ ഡാറ്റാബേസിൽ നിന്ന് വരുന്ന കണക്കുകളാണ്. അതെ അതെ വളരെ നോമിനൽ ആയിട്ടുള്ള ഒരു 20% ഒരു ക്രീമി ലെയർ അത്രയുമുള്ള വാഹനങ്ങൾ വാഹനങ്ങൾ മാത്രമാണ് E20 കമ്പാറ്റബിൾ ആയിട്ടുള്ളത്. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വാഹനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഉം. ഇത്ര വലിയൊരു മാറ്റം സർക്കാർ നിർബന്ധിതമായി രാജ്യത്ത് നടപ്പിലാക്കുന്നത്. അതെ എത്തനോൾ പ്രൊഡക്ഷൻ എങ്ങനെയാണ് കൃഷിയെ ബാധിക്കുക? എത്തനോൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് രാജ്യത്തെ കാർഷിക മേഖല വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടി വരുന്നു. ഭക്ഷ്യധാന്യ വിലക്കയറ്റം അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ വരുന്നു. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഈ എത്തനോളൊക്കെ നീങ്ങുമ്പോൾ അതേ പറയേണ്ടത്. ഇപ്പോൾ സർക്കാർ ഏറ്റവും ആത്യന്തികമായി പറഞ്ഞൊരു വിഷയം എന്ന് പറഞ്ഞാൽ സാധാരണ കർഷകർക്ക് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുമെന്നാണ് പ്രധാനമായും പറയുന്നത്. കാരണം എത്തനോളിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കരിമ്പ് പോലത്തെ അവരുടെ ഫെർമെൻറ്റേഷൻ വഴിയാണ് ഇതിന് എത്തനോൾ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ദൂഷ്യഫലം എന്ന് പറഞ്ഞുള്ളത് ഈ ഫെർമെൻറ്റേഷൻ പ്രോസസ്സിന് വേണ്ടി 1 ലിറ്റർ ഒരു പ്യുവറായിട്ടുള്ള എത്തനോൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഏകദേശം മോർ ദാൻ 2000 ലിറ്റർ വാട്ടർ അവിടെ വേണം. 2000-ലധികം ലിറ്റർ ഒരു പ്രൊഡക്ഷൻ സ്റ്റേജ് മുതൽ, അതായത് നമ്മളൊരു ഇപ്പം കരിമ്പ് പോലെയുള്ള ഒരു ക്രോപ്പ് എന്ന് പറയുന്നത് വളരെ കൂടുതൽ വെള്ളം ആവശ്യമുള്ള ഒരു വെള്ളം crop ആണ്. ആവശ്യമുണ്ട്. Normally മാത്രമല്ല അതിന്റെ ഫ്രം കൾട്ടിവേഷൻ സ്റ്റേജ് മുതൽ നമ്മൾ വെള്ളം ഉപയോഗിച്ച് കൊടുക്കണം. അപ്പം ഒരു പ്രോസസ്സിങ്ങിന് മാത്രമല്ല, ഫ്രം കൾട്ടിവേഷൻ സ്റ്റേജ് ഓൺവേർഡ്സ് എന്നുള്ള കൗണ്ട് ചെയ്യുമ്പോൾ ഇത്രയും വലിയൊരു മാത്രമല്ല നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കരിമ്പ് ഇപ്പോൾ കേരളത്തെ പോലെ പ്രദേശങ്ങൾ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇതൊക്കെ വെള്ളം വളരെ പ്രധാനമായും ആവശ്യം നേരിടുന്ന രാജസ്ഥാൻ പോലുള്ള അഥവാ പീഠഭൂമികളുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ കരിമ്പ് കൃഷി കണ്ടുവരുന്നത്. അപ്പോൾ ഇത്രത്തോളം വെള്ളം ആവശ്യമുണ്ടെന്നുള്ളൊരു പ്രധാനപ്പെട്ട സാധനമാണ്. രണ്ടാമത് പറയുന്നത് സർക്കാർ ഇഥനോൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കരിമ്പ് കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥാനത്ത് നമുക്ക് കരിമ്പ് മാത്രം ജീവിക്കുക എന്നുള്ളത് സാധ്യമല്ലല്ലോ. അഥവാ എല്ലാ ജനങ്ങളും കരിമ്പിലേക്ക് പോകുന്ന അറിയുമ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കും? പ്രത്യേകിച്ച് 140 കോടി ഇന്ത്യയിൽ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് കാർഷിക മേഖലയാണ്. സ്വയം പര്യാപ്ത ഇതുവരെ കൈവരിക്കാത്തൊരു രാജ്യമാണ്. ആ ഒരു രാജ്യത്ത് പ്രത്യേകം ഒരു സാഹചര്യത്തിൽ പ്രത്യേക മുന്നറിയിപ്പില്ലാതെ കരിമ്പിലേക്ക് പോകണം ഒറ്റയടിക്ക് പറയുന്ന സമയത്തും ഒരുപാട് ആശങ്കകൾ, അഥവാ ഇവിടെയുള്ള 140 കോടി ജനങ്ങൾ എങ്ങനെ ജീവിക്കും എന്നൊരു ചോദ്യം വളർന്നു വരുന്നുണ്ട്. ജനങ്ങളെപ്പോഴും ഞാനൊരു ഒരു കൾട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഫാമിംഗ് തിരഞ്ഞെടുക്കണമെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുക എനിക്ക് ഏറ്റവും നല്ല പ്രോഫിറ്റ് അവിടെ വേണമെന്നാണ്. എനിക്കും എൻ്റെ കുടുംബത്തിന് ഭക്ഷണിക്കണം അല്ലെങ്കിൽ സമൂഹത്തിന് ഭക്ഷണം കിട്ടുക എന്നുള്ള പുറത്തേക്ക് ഞാൻ ആലോചിക്കുക ഈ കൃഷി കൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടണം, പ്രോഫിറ്റ് കിട്ടണം എന്നായിരിക്കും സ്വാഭാവികമായിട്ടും ഒരു കർഷകൻ ആലോചിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എത്തനോളിലേക്ക് ആവശ്യം കൂടി വരുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ ആവശ്യം വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പെട്രോളിലേക്കും 20% ആഡ് ചെയ്യുന്നുണ്ട്. അത് കൂട്ടുന്നതിലേക്കുള്ള ചർച്ചയിലേക്ക് സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഏകദേശം കർഷകരൊക്കെ ആലോചിക്കുക. പക്ഷേ ഒരു കർഷകൻ ഒരു ക്രോപ്പിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ ഭവിഷ്യത്ത് പക്ഷേ ആ കർഷകൻ ആലോചിക്കില്ല. കാരണം ഇത്രത്തോളം ടെക്നോളജി അഡ്വാൻറ്റേജ് ആയ ഒരു വ്യക്തി ആയിരിക്കില്ല കർഷകൻ എന്ന് പറഞ്ഞാൽ. ഈ സമയത്ത് എന്ത് കിട്ടുന്നു, എത്രത്തോളം പ്രോഫിറ്റ് കൂടുതൽ കിട്ടുന്നു, ആ ഒരു കൃഷി രീതിയിലേക്കായിരിക്കും സ്വാഭാവികമായിട്ടും കർഷകർ നീങ്ങുക. അപ്പം എല്ലാവരും ഈ കരിമ്പിലേക്ക് നീങ്ങുക എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വലിയൊരു ആശങ്ക ഉയർന്നു വരുന്നുണ്ട്. കരിമ്പ് മാത്രമല്ലല്ലോ, മറ്റ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഇപ്പോൾ ധാന്യങ്ങൾ, നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ചോളം എത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വിളയാണ്. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ആഡ് ചെയ്യുകയാണ്, മറ്റ് ഭക്ഷ്യധാന്യങ്ങൾ കൂടെ മാർക്കറ്റിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഈ കരിമ്പ് എല്ലാ സ്ഥലത്തും പ്രാക്ടിക്കലായിട്ടുള്ളൊരു സാധനമല്ലല്ലോ. മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പോൾ ചോളം അല്ലെങ്കിൽ മറ്റ് ഇത്തരത്തിലുള്ള ധാന്യങ്ങൾ എത്തനോൾ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ധാന്യങ്ങളുണ്ടല്ലോ, അത് വൻതോതിൽ വാങ്ങിക്കൂട്ടുന്നതിലൂടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഭക്ഷ്യധാന്യ ക്ഷാമം ഭാവിയിൽ ഉണ്ടായിക്കൂടാ എന്ന് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. തീർച്ചയായിട്ടും പ്രതീക്ഷിക്കണം. അങ്ങനെ ഒരു സാഹചര്യം ഇന്ത്യയിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. നമ്മളൊരു ഇതിപ്പോൾ നേരത്തെ നമ്മുടെ സർക്കാരുകളുടെ പോളിസി ഫുഡിനായിരുന്നു, ഫുഡ് സെക്യൂരിറ്റിക്കായിരുന്നു ഇമ്പോർട്ടൻസ് കൂടും. നമ്മുടെ കാർഷിക വിപ്ലവങ്ങളൊക്കെ അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് നമ്മളൊരു തരത്തിലേക്ക് ആ ഒരു സെൽഫ് സഫിഷ്യൻസി എന്ന് പറയാം ഫുഡിൻ്റെ കാര്യത്തിൽ, നമുക്ക് ഇന്ത്യയുടെ കാര്യത്തിൽ ഒരു പരിധി വരെ. പക്ഷെ ഇപ്പോൾ എനർജിയാണ് നമ്മുടെ ഇഷ്യൂ. ഇപ്പോൾ എനർജിയിലേക്ക് പോകുമ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മുടെ ആ ഒരു ഹരിത വിപ്ലവത്തിലൂടെ ഉണ്ടാക്കി വെച്ച ആ ഒരു ഫുഡ് സെക്യൂരിറ്റി നമുക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളത് തീർച്ചയായിട്ടും ആശങ്കപ്പെടുന്നു. ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൾ തന്നെ പലപ്പോഴും ഭയങ്കരമായിട്ട് കോൺട്രാഡിക്ടറി ആണ്. അപ്പം 2030 നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്ന ഒരു നയമാണത്. പിന്നീട് നമ്മുടെ റിന്യൂവബിൾ എനർജി നയത്തിൽ നമ്മൾ മാറ്റം വരുത്തുന്നു. അത് 2023 ഏപ്രിൽ മുതലൊക്കെ നമ്മൾ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പല നിലപാടുകളാണ് സർക്കാർ ആവർത്തിച്ചുകൊണ്ടിരുന്നത്. ഗഡ്കരി തന്നെ രാജസ്ഥാനിലെ ഒരു പ്രസംഗം എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞിരുന്നത് 60% എത്തനോളും 40% ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് വാഹനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് പെട്രോളിൻ്റെ വില 15 രൂപയിലേക്ക് കുറയ്ക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്നത്.
ഇപ്പോൾ പെട്രോളിൻ്റെ വില എന്തുകൊണ്ട് കുറയുന്നില്ല എന്നൊരു ചോദ്യം രാജ്യത്ത് പൊതുവേ ഈ പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ ഭാഗമായിട്ട് പെട്രോൾ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ പാരലായിട്ട് നമ്മുടെ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു? E20 ഇത്രയും മിക്സ് ചെയ്യുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് കുറയ്ക്കാൻ പറ്റുന്നില്ല എന്നൊരു ചോദ്യം ഉന്നയിക്കുമ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് കിട്ടുന്നൊരു മറുപടി, പെട്രോൾ എങ്ങനെയാണോ ഉൽപ്പാദിപ്പിക്കുന്നത് അതിനേക്കാൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ള ഒരു സാധനമാണ് E20 എന്നാണ്. പിന്നെ എന്തിനാണ് E20 എന്ന് ചോദിച്ചാൽ, ഇത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് വിദേശ നാണ്യത്തിൻ്റെ ലാഭം ലക്ഷ്യമിട്ട് അങ്ങനെ ഒന്നിലധികം കാരണങ്ങൾ സർക്കാർ നിരത്തുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഈ ഒരു സാധനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സാധാരണക്കാരന് ഇതുകൊണ്ട് എന്തായിരിക്കും ഒരു ഗുണമുണ്ടാവുക? സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഓവറോൾ പറയുമ്പോൾ നഷ്ടമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ സാധാരണക്കാരൻ്റെ ശരിക്ക് ഒരു ഫ്യൂൽ വാങ്ങിക്കുന്നത് നമുക്ക് നോർമലായിട്ട് ഒരാളോട് പറഞ്ഞാൽ അയാൾ വിലയിരുത്തുന്നത് മൈലേജ് ആയിരിക്കും. നമ്മൾ സാധാരണ പറയുന്ന മൈലേജ്. ഇപ്പോൾ നമ്മൾ ഇപ്പം 105 രൂപക്ക് പെട്രോൾ വാങ്ങിക്കുകയാണെങ്കിൽ, 105 രൂപയ്ക്ക് പെട്രോൾ വാങ്ങിക്കുമ്പോൾ 1 ലിറ്റർ പെട്രോൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര കിലോമീറ്റർ വണ്ടി ഓടുന്നു എന്നുള്ളതായിരിക്കും ഒരു സാധാരണക്കാരൻ്റെ ഒരു മൈലേജ് റേറ്റ്. ഇപ്പം കഴിഞ്ഞ ദിവസം പല ആളുകളും റിപ്പോർട്ട് ചെയ്തൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം നോർമൽ പെട്രോൾ ഉപയോഗിച്ചപ്പോൾ എനിക്ക് 11 കിലോമീറ്റർ കിട്ടിയിരുന്നു 1 ലിറ്ററിൽ. പിന്നെ ഇപ്പോൾ ഞാൻ E20 ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് അത് ചില ആൾ റിപ്പോർട്ട് ചെയ്ത 9ലേക്ക് എത്തി, അല്ലെങ്കിൽ 8ലേക്ക് എത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അതൊരു സത്യാവസ്ഥയുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളിതിലെ എത്തനോളും അതേപോലെ തന്നെ പെട്രോളിൻ്റെയും എനർജി കണ്ടൻറ്റ്, ഒരു കിലോഗ്രാം എത്തനോൾ നോക്കുന്ന സമയത്ത് 27 മെഗാജൂൾ പെർ കിലോഗ്രാമാണ് ഒരു ലിറ്റർ ബേൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എനർജി കണ്ടൻറ്റ്, കലോറിഫിക് വാല്യൂ എന്ന് തന്നെ പറയാം. ഇതേ വശം നമ്മുടെ പെട്രോളിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് 43ആണ്. അത്രയും അന്തരമുണ്ട് ഇതിലെ എനർജി കണ്ടൻറ്റ് തന്നെ. അപ്പോൾ നോർമലി നമ്മൾ ഒരു പെർ ലിറ്റർ പെട്രോൾ ഒഴിക്കുമ്പോൾ അത് E20 ആകുമ്പോൾ എനർജി കണ്ടൻറ്റ് ഡ്രാസ്റ്റിക്കലി കുറയാണ്. അത് നമ്മൾ മൈൻഡിൽ കാണുന്നില്ല. അപ്പോൾ പറയുമ്പോൾ 1 ലിറ്റർ പെട്രോളിൻ്റെ സമാനമായ പ്രൈസിന് തന്നെയാണ് E20 നമുക്ക് കിട്ടുന്നത്. പക്ഷേ അതിൽ എനർജി കണ്ടൻറ്റ് ഡ്രാസ്റ്റിക്കലി കുറവാണ് എന്നുള്ളത് അതൊരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം മൈലേജ് കുറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് കുറയുന്നു എന്നുള്ള ടെക്നിക്കൽ സൈഡ് പറയുമ്പോൾ അതിന് എനർജി കണ്ടൻറ്റ് കുറവാണ് എന്നുള്ളത് തന്നെയാണ്. അല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് മൈലേജ് കുറയുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളിപ്പോൾ പെട്രോളിലേക്ക് ആഡ് ചെയ്യുന്ന സാധനം പിന്നെ എത്തനോളാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു കാർബോണൈൽ പാർട്ടുണ്ട്, മറ്റൊരു ഭാഗത്ത് OH അഥവാ നമ്മൾ കെമിസ്ട്രിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു പോളാർ പാർട്ടുണ്ട്, നോൺ പോളാർ പാർട്ടുണ്ട്. അപ്പോൾ ഈ എത്തനോൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം എന്ന് പറഞ്ഞാൽ ഹൈഗ്രോഫിലിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുള്ള മോയ്സ്ചർ കണ്ടന്റ് അബ്സോർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇപ്പോൾ പെട്രോൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള നോൺ പോളാർ ചെയിനാണ്. അപ്പോൾ കാർബൺ ചെയിനാണ്. ആ കാർബണിൻ്റെ എണ്ണത്തിലുള്ള വേരിയേഷൻ അനുസരിച്ചാണ് മണ്ണെണ്ണയും ഡീസൽ പെട്രോളൊക്കെ ഇവർ വേർതിരിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പെട്രോളിലേക്ക് എത്തനോൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ എത്തനോൾ എന്ത് ചെയ്യും, ചുറ്റുപാടിലുള്ള മോയ്സ്ചർ കണ്ടന്റ് അബ്സോർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളം ഒരു നോൺ പോളാർ അല്ലെങ്കിൽ പോളാർ മിക്സറാണ്. OH ഗ്രൂപ്പുള്ളതുകൊണ്ട് തന്നെ പോളാർ മിക്സറാണ്. അപ്പോൾ ഈ വെള്ളവും എത്തനോളും തമ്മിൽ ബോണ്ട് ഉണ്ടാക്കി ഒരു ഫേസ് സെപ്പറേഷൻ വരെ നടക്കാൻ അവിടെ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താവശ്യത്തിനാണ് അവിടെ പെട്രോൾ ആഡ് ചെയ്യുന്നത് ആ ലക്ഷ്യം അവിടെ നേടാതെ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളം കണ്ടന്റ് കൂടുന്ന സമയത്ത് അവിടെ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയലുകൾ, പ്രധാനമായും മെറ്റലുകൾ ഉണ്ടാവും, അലൂമിനിയം ഉണ്ടാവും, ഇരുമ്പുണ്ടാവും. ഇവ കൊറോഷൻ അഥവാ ഈ തുരുമ്പ് പിടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിനപ്പുറത്തേക്ക് ഈ എത്തനോൾ ഞാൻ പറഞ്ഞ നേരത്തെ 2 പാർട്ടുകളുണ്ട്, പോളാർ പാർട്ടുണ്ട്, നോൺ പോളാർ പാർട്ടുണ്ട്. ഇതിൻ്റെ പെനട്രേറ്റിംഗ് പവർ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റബ്ബറുമായിട്ടുള്ള റിയാക്ഷൻ റേറ്റ് കൂടുതലാണ്. എത്തനോൾ ഒരിക്കലും റബ്ബറായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല, കാരണം രണ്ടും നോൺ പോളാർ സ്വഭാവത്തിലുള്ള സ്റ്റേബിൾ സാധനങ്ങളാണ്. പക്ഷേ ഈ എത്തനോൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പെനട്രേറ്റിംഗ് പവർ കൂടുതലായിരിക്കും. അതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എക്സ്റേ പെനട്രേറ്റിംഗ് പവർ കൂടുതൽ എന്നൊക്കെ പറയലുണ്ട്. അതേപോലെ ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ ഒരുപാട് ഭാഗങ്ങൾ റബ്ബർ ആഡ് ചെയ്യുന്നുണ്ട്. ഈ റബ്ബറിൻ്റെ ഉള്ളിലേക്ക് എത്തനോൾ ആഡ് ചെയ്ത് അത് സ്വെല്ല് ചെയ്യാനും നശിച്ചു പോകാനും. ഇപ്പോൾ മാത്രമല്ല റബ്ബറിൻ്റെ പല ഘട്ടങ്ങളിൽ ഇപ്പോൾ വൾക്കണൈസേഷൻ പറയാറുണ്ട്. പല ഘട്ടങ്ങളിൽ നമ്മൾ പല മെറ്റീരിയലുകൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് എത്തനോൾ ഡിസോൾവ്ഡ് ആണ്. കാരണം എത്തനോൾ നമ്മൾ ഓർഗാനിക് സോൾവെൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യാറ്. ഒരു പാർട്സ് ഡിസോൾവ് ആയി പോകും. എന്ന് പറഞ്ഞാൽ നിരന്തരമായും 10 വർഷം ഒരാൾ എത്തനോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയിലുള്ള പല മെറ്റീരിയലുകളും ഇതിൽ ഡിസോൾവ് ആയി പോകുന്നുള്ള വലിയൊരു സംഭവം. അഥവാ എഞ്ചിൻ പ്രശ്നം അവിടെ നടക്കുന്നുള്ളൊരു റബ്ബർ പാർട്ടും വരുന്നുണ്ട്. മെറ്റലുകളാണെങ്കിൽ അതിൻ്റെ കൊറോഷൻ അഥവാ ഈ തുരുമ്പിരിക്കുക എന്നുള്ള സംഭവം കൂടി അവിടെ നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ വിഷയം കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ഈ സർക്കാർ പൂഴ്ത്തി എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടാണ് ഇന്ത്യൻ ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ്റെ റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസത്തെ പുറത്തു വന്നു, വലിയ രീതിയിൽ വാർത്തയായിരുന്നു. ഇതേ കാര്യങ്ങൾ ഏകദേശം സ്ഥിരീകരിക്കുന്നതാണ് റിപ്പോർട്ട്. അതായത് അവർ പറയുന്നുണ്ട് ഓറിംഗ് അടക്കമുള്ള എഞ്ചിൻ്റെ ഈ റബ്ബർ പാർട്സുകൾ വളരെ പെട്ടെന്ന് കേടുവരുന്നുണ്ട്. നിശ്ചിത കാലയളവിൽ ഇത് മാറ്റേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. ഒരു പക്ഷേ അത് മാറ്റിയില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രതിസന്ധികൾ വാഹനത്തിൻ്റെ എഞ്ചിനെ ബാധിച്ചേക്കാമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നമ്മൾ മാത്രമല്ല, ഇപ്പോൾ പലപ്പോഴും ഈ വീഡിയോകളിലൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്ന വീഡിയോകളിൽ പൊതുവെ കാണലുണ്ട്, ആളുകൾ പമ്പിൽ നിന്ന് ഇങ്ങനെ പെട്രോൾ ഒരു കുപ്പിയിലേക്ക് വാങ്ങുന്നു, കുലുക്കുന്നു, താഴെ ഇങ്ങനെ വെള്ളത്തിൻ്റെ പോലെ ഒരു സാധനം കാണുന്നു,
മുകളിൽ പെട്രോൾ കാണുന്നു. ഇത് സംഭവം എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് ഈ വിഷയത്തിൽ? അതിൽ നോർമലി നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിലാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു മെഥനോളിൻ്റെ വാട്ടർ അബ്സോർബിങ് ക്യാരക്ടറിസ്റ്റിക്സ് കൂടുതലെന്ന് പറഞ്ഞു. നമ്മൾ അത് ഏകദേശം 10 ഇരട്ടിയോളം പെട്രോളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 10 ഇരട്ടിയോളം കൂടുതലാണ് എഥനോളിൻ്റെ വാട്ടർ അബ്സോർബിങ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പം നമ്മൾ അത് പുറത്തുള്ള ഹ്യൂമിഡിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മുടെ കേരളത്തിലെ സാഹചര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അറൗണ്ട് 85 to 95 ആ റേഞ്ചിലാണ് നമ്മുടെ ഹ്യൂമിഡിറ്റി വരിക. അപ്പോൾ ഇത്രയും ഹ്യൂമിഡ് ആയ ഒരു കണ്ടീഷനിൽ വാട്ടർ അബ്സോർബിങ് കപ്പാസിറ്റി കൂടുതലാണ്. അപ്പോൾ സെപ്പറേഷൻ കാണിക്കുന്നത് അത്രത്തോളം ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്യൂ സെപ്പറേഷൻ വരുന്നതിൽ കൂടുതൽ ഇതിൽ വാട്ടർ കണ്ടന്റ് കൂടും എന്നുള്ളതാണ്. വാട്ടർ കണ്ടന്റ് കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ നോർമലി കൊറോസീവ് ആയിരിക്കും. നമ്മൾ എല്ലാ കമ്പോണൻസും കൊറോഷനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ് വാട്ടർ കണ്ടന്റ് വരുമ്പം നേരത്തെ പറഞ്ഞ ആ ഒരു മെത്തനോളിൻ്റെ സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുമ്പോൾ കൂടുതലും കൊറോഷന് വേണ്ടിയുള്ള നോർമൽ ഇപ്പം നമ്മൾ പറയാം ഇപ്പം ഇപ്പോഴുള്ള വെഹിക്കിൾസ് നമ്മൾ നോർമൽ വെഹിക്കിൾസ് എന്ന് പറയുന്നത് അതിൻ്റെ ടാങ്കുകൾ പഴയ ബൈക്കിലൊക്കെ നോക്കുന്ന സമയത്ത് അതിൻ്റെ സ്റ്റീൽ മെയ്ഡാണ് ഇതിൻ്റെ ടാങ്കൊക്കെ ഉണ്ടാവുക. അത് നോർമലി നമ്മളൊരു 5 വർഷം കഴിയുമ്പോൾ നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ നോർമൽ പെട്രോൾ ഒഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ ചെറിയ രീതിയിൽ തുരുമ്പ് വന്നിട്ടുണ്ടാവും. പക്ഷെ ഇത് ആ തുരുമ്പ് പിടിക്കുന്നതിൻ്റെ റേറ്റ് വളരെ എൻഹാൻസ് ചെയ്യുകയും ഒരുപക്ഷെ ടാങ്ക് മാത്രമല്ല ബാക്കിയുള്ള ഫ്യൂൽ ലൈൻ ആയിരുന്നാലും ഫ്യൂൽ ആ ലൈനിൽ വരുന്ന കമ്പോണൻസ് ആയിരുന്നാലും അതിനൊക്കെ ഇത് കൊറോസീവായിട്ട് ആക്ട് ചെയ്യും. അതായത് നമ്മളിപ്പോൾ എത്ര മോഡേൺ വണ്ടി ഇറക്കി കഴിഞ്ഞാലും ഇത് സ്റ്റോർ ചെയ്യുന്ന സിസ്റ്റം കൂടി അപ്ഡേറ്റ് ആവേണ്ടതുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലുള്ള ഏകദേശം എൻ്റയർ സ്റ്റോറേജ് സിസ്റ്റം നമ്മൾ മാറ്റേണ്ടി വരും. കാരണം അവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഇത് തന്നെയാണ്. റബ്ബറും പോലുള്ള സാധനങ്ങളാണ് ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കോൺക്രീറ്റ് ആണെങ്കിൽ അതിലും മെറ്റലുകളുണ്ട്. എന്ന് പറഞ്ഞാൽ വണ്ടികളോടൊപ്പം തന്നെ ഇന്ത്യയിൽ സ്റ്റോർ ചെയ്യുന്ന എല്ലാ സ്റ്റോറേജ് സിസ്റ്റങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. അതായത് പെട്രോൾ പമ്പുകൾ അടക്കം. തീർച്ചയായും. അല്ലെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്യുവറായിട്ടുള്ളൊരു ഭാഗത്ത് പെട്രോൾ സ്റ്റോർ ചെയ്യുകയും മറുഭാഗത്ത് പ്യുവറായിട്ടുള്ള എത്തനോൾ സ്റ്റോർ ചെയ്യുകയും ഓരോ പമ്പിൽ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിന് എത്രത്തോളം പ്രയാസം നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. ഓരോ ഇതിലേക്കും എത്തനോൾ സെപ്പറേറ്റ് കൊണ്ടുവരുന്നു, പിന്നെ പെട്രോൾ സെപ്പറേറ്റ് കൊണ്ടുവരുന്നു, വലിയൊരു ചാമ്പറിൽ മിക്സർ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ 100 രൂപയുള്ള പെട്രോൾ 200 രൂപ എത്തുന്നതാണ്. 200 വരെ എത്താനുള്ള സാധ്യത കൂടുതലാണ്. ആ മിക്സിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ അപകടകരമാണ്. ഒരു ഭാഗത്ത് പെട്രോളാണ്, മറ്റേ ഭാഗത്ത് നല്ല ഫ്ലെയിമുള്ള എത്തനോളുണ്ട്, ഒരു ഭാഗത്ത് പെട്രോളുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രായോഗിക വശം കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ വണ്ടികൾ അപ്ഡേറ്റ് ആവുന്നതോടൊപ്പം തന്നെ ഈ എൻ്റയർ ഇന്ത്യയിലുള്ള മൊത്തം സ്റ്റോറേജ് സിസ്റ്റം അപ്ഡേറ്റ് ആവേണ്ട വലിയൊരു സങ്കീർണത അവിടെ വരുന്നുണ്ട്. അത് ചുരുങ്ങിയ ഒരു 1-2 മാസം കൊണ്ട് മാത്രം പൂർത്തിയാകുന്ന ഒരു വിഷയമല്ല. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 2-3 വർഷമാക്കി ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് സിസ്റ്റം മാറ്റിയെടുക്കാൻ വേണ്ടി എനിക്ക് സർക്കാരിനോട് ഈ കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ നിതിൻ ഗഡ്കരി അടക്കമുള്ള ആളുകൾ അതിനോട് നൽകിയൊരു മറുപടിയുണ്ട്. അതായത് ഈ E20 നിന്ന് തിരിച്ചു പോകാമോ എന്നൊരു ചോദ്യമാണ്. അപ്പോൾ E20 എത്രത്തോളം പ്രായോഗികമാണ്, E20 ഒരു മാറ്റം സാധ്യമാണോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. E20 1 ലക്ഷം കോടി രൂപയോളം ഓൾറെഡി ഇൻവെസ്റ്റഡ് ആണെന്നാണ് സർക്കാർ നൽകുന്ന വിവരം. ഇനി E20 നിന്നൊരു തിരിച്ചുപോക്ക് സാധ്യമല്ല, E20 യൂണിവേഴ്സലാക്കാൻ തീരുമാനിക്കുകയാണെന്നുള്ളതാണ്. എത്രത്തോളമാണ് ഈ E20 എന്ന് പറയുന്ന ഒരു ഫ്യൂവലിൻ്റെ ഒരു ഗ്ലോബൽ അക്സെപ്റ്റൻസ് എങ്ങനെയാണ് മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച്? ഇത്തരത്തിലുള്ള ഒരു ഫ്യൂവൽ സിസ്റ്റം ആണോ നമ്മളൊരു ലോകത്ത് എനർജി സിസ്റ്റത്തിൽ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യം എന്ന രീതിയിൽ നമ്മൾ പറയുന്നത് US-നെയാണ്. പല കാര്യങ്ങളും ഒരു കമ്പാരിറ്റീവ് ഒരു ബെഞ്ച് മാർക്കായി കാണുന്നത് US ആയിരിക്കും. മിക്ക രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജിയുടെ അവരുടെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം അവിടെ മാക്സിമം എത്തനോൾ അഡീഷൻ പെർമിറ്റഡ് 15% ആണ്. ആ 15% ആഡ് ചെയ്ത ഫ്യൂവൽ സെയിൽ ചെയ്യാൻ വേണ്ട പമ്പുകൾക്ക് പോലും കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട്. അത് ഏത് ടൈപ്പിലായിരിക്കണം സ്റ്റോർ ചെയ്യേണ്ടത്, ഏത് തരത്തിലായിരിക്കണം അവിടെ പ്രോസസ്സ് ചെയ്യേണ്ടത് എന്ന രീതിയിൽ കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട്. അതും എത്ര വെഹിക്കിളുകളാണ് യൂസ് ചെയ്യേണ്ടതും കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഇപ്പോൾ ഫ്ലെക്സിബിൾ ഫ്യൂവൽ വെഹിക്കിൾസിൽ ഉപയോഗിക്കാൻ കുഴപ്പമില്ല. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് വെഹിക്കിൾസിൽ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. അവിടെ ഉപയോഗിക്കാൻ പറ്റാത്ത ഈ 15 ഫ്യൂവൽ പോലും ഉപയോഗിക്കാൻ പറ്റാത്ത വെഹിക്കിളുകളുണ്ട്. അവിടെ പറയുന്നത് ഓൾ മോട്ടോർ സൈക്കിൾസ്, ഒരു മോട്ടോർ സൈക്കിൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജിയുടെ ഇപ്പോഴും വെബ്സൈറ്റ് നമ്മൾ ചെക്ക് ചെയ്താൽ കാണാം. അതുപോലെ നമ്മുടെ ഓഫ് റോഡ് വെഹിക്കിൾസ് അല്ലെങ്കിൽ ഹെവി വെഹിക്കിൾസിലൊന്നും ഇത് ഉപയോഗിക്കരുത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൺവെൻഷണൽ ഓൾഡ് പെട്രോൾ എഞ്ചിനുകളിൽ നമുക്ക് ഉപയോഗിക്കരുത്. അത് അപ്ഡേറ്റഡ് ആയിട്ട് എസ്പെഷ്യലി മെയ്ഡ് ഫോർ നമ്മൾ E20 കമ്പാറ്റബിൾ ആയിട്ടുള്ള എഞ്ചിൻസിൽ മാത്രമേ, അല്ലെങ്കിൽ E15 കമ്പാറ്റബിൾ ആയിട്ടുള്ള എഞ്ചിൻസിൽ മാത്രമേ അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് അവിടെ റൂൾ. അല്ലാത്തവർക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് കൃത്യമായിട്ട് അതിൻ്റെ റൂൾ പറയുന്നത്. അപ്പം അവരും കൃത്യമായി അവിടെ ഒരു സെപ്പറേഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്യുവർ പെട്രോൾ ഉപയോഗിക്കാം, ചോയ്സ് ഉണ്ട്. നമുക്ക് ഇതല്ല, അത് മാൻഡേറ്ററി ആയിട്ട് ഇങ്ങനെ ഒരു ടീമിലേക്ക് അല്ലെങ്കിൽ പിന്നെന്ത് വേണം. ഇപ്പോൾ നമ്മൾ നിലവിലെ സാഹചര്യത്തിലുള്ള വെഹിക്കിൾസിൽ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത് അടുത്തൊരു ഓപ്ഷൻ ആയിരിക്കും. പക്ഷേ അപ്ഗ്രേഡ് ചെയ്യാനുള്ള എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ
അത് അതും സാധാരണക്കാരന് നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധാരണക്കാരൻ്റെ തലയിലേക്കാണ് വീണ്ടും ആ എക്സ്പെൻസ് വരുന്നത്. നമുക്ക് ഇപ്പോൾ ഉള്ള ഫ്യൂൽ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ടാങ്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു എഞ്ചിൻ്റെ കമ്പോണൻസ് ഒക്കെ എന്ത് ചെയ്യാം, അത് അപ്ഗ്രേഡ് ചെയ്യാം. പക്ഷെ അത് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്പെൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു വളരെ കൂടിയ എക്സ്പെൻസ് പിന്നെയും സാധാരണക്കാരൻ്റെ ചുമലിലേക്ക് വരുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് ഇങ്ങനെ പറയാം, E20 എന്നുള്ളത് ഒരു അടിച്ചേൽപ്പിക്കലാവരുത്, 2 ഓപ്ഷൻസും ഉണ്ടാവുക എന്നുള്ളതും ഇതിനുള്ള സാവകാശം കൊടുത്തില്ല, നേരത്തെ പറഞ്ഞ പോലെ ധൃതിപ്പെട്ട് നടപ്പിലാക്കി എന്ന പോലെയാണ് നമുക്കിതൊന്ന് ഫീൽ ചെയ്യുന്നൊരു കാര്യം. അതുമായി ബന്ധപ്പെട്ടൊരു കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉണ്ടെന്നുള്ളതാണ്. ഒരു പൊതു താല്പര്യ ഹർജി ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇതൊരു ചോയ്സ് ആക്കി വെക്കുന്നതിന് പകരം ഇത് എന്തുകൊണ്ട് ആളുകളിലേക്ക് ഇത് നിർബന്ധിതമായി അടിച്ചേൽപ്പിക്കുന്നതെന്ന് ചോദിച്ചതിനെ അത്തരത്തിൽ ചോദിച്ചതുകൊണ്ടുള്ള ഒരു ഹർജി സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. ഒക്ടേൻ വാല്യൂ കൂടുതലുള്ള സാധനമാണ് E20 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ സാധനം പെട്ടെന്ന് കത്തും. അത് കുറച്ച് മൈലേജ് കുറവുണ്ടെങ്കിലും വാഹനങ്ങളുടെ ഉള്ളിലുള്ള ശബ്ദം കുറയും. എഞ്ചിന് കുറച്ചുകൂടെ എഞ്ചിൻ ഫ്രണ്ട്ലി ആണ് എന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത്. എത്രത്തോളം ശരിയാണ്? അതിൽ ഇപ്പം ഒക്ടേൻ നമ്പർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഫ്യൂവലിൻ്റെ ഒരു ആൻറ്റി നോക്കിംഗ് ടെൻഡൻസി എന്ന് തന്നെ പറയാം. നമ്മളൊരു സൗണ്ട് കുറയാം. അപ്പോൾ നോർമലി ഒക്ടേൻ വാല്യൂ നോക്കുന്ന സമയത്ത് പെട്രോളിനേക്കാൾ കൂടുതലാണ് നമ്മുടെ എഥനോൾ ഉള്ളത്. അത് ശരിയാണ്. പക്ഷേ അതിൽ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എടുക്കണമെന്നുണ്ടെങ്കിൽ അറ്റ് പ്രസൻ്റ് ഉള്ള എൻജിൻസിൽ മതിയാവില്ല. ഈ ഒക്ടേൻ വാല്യൂ എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മളൊരു പെട്രോൾ എഞ്ചിൻ്റെ കേസിൽ സ്പാർക്ക് പ്ലഗ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം ഫ്രണ്ട് ഈ കമ്പഷൻ ചേമ്പറിൻ്റെ അങ്ങറ്റത്തേക്ക് എത്തുന്നതിന് മുമ്പേ അവിടുത്തെ ഫ്യൂൽ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചൊരു ഫ്ലെയിം ഫ്രണ്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ശരിക്കും 2 ഫ്ലെയിം ഫ്രണ്ടുകൾ അടിക്കുന്ന സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത്. അത് ഡിസ്റ്റർബൻസ് ഉണ്ടാവും അവിടെ. ഇതാണ് ശരിക്കൊരു നോക്കിംഗ് എന്നുള്ള സംഭവം പറയുന്നത്. അപ്പോൾ ഈ നോക്കിംഗ് കുറയ്ക്കാൻ സാധ്യതയുള്ള ഒരു ഫ്യൂവലാണ് നമ്മുടെ ഈ ഒരു എഥനോൾ എന്നുള്ളത്. പക്ഷെ അതിലൊരു സത്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻജിൻസൊക്കെ കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത്, ഇപ്പം സ്പാർക്ക് ടൈമിംഗ് ആയിരുന്നാലും, ഇപ്പം നമ്മൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ ചെയ്യുന്ന ടൈപ്പിലുള്ള ഫ്യൂൽ ആണെങ്കിൽ എൻജിൻസ് ആണെങ്കിൽ അവിടെയും ഇതിൻ്റെ ഫ്യൂൽ ഇഞ്ചക്ഷൻ ടൈമിങ്ങും അതേപോലെ സ്പാർക്ക് ടൈമിങ്ങും ഇത് രണ്ടും, അല്ലെങ്കിൽ നമ്മുടെ നോർമലി കാർബറേറ്റർ എഞ്ചിനാണ് നോർമലി നമ്മുടെ ഓൾഡ് ബൈക്ക് അതിലൊക്കെ ആണെങ്കിൽ പിന്നെ ആകെ കൺട്രോൾ ചെയ്യാണ്ടാവുക നമ്മുടെ ഈ ഒരു സ്പാർക്ക് ടൈമിംഗ് ആണ്. ഈ സ്പാർക്ക് ടൈമിംഗ് എന്നുള്ളത് കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത് നോർമലി പെട്രോൾ അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടാണ്. അപ്പം നിലനിൽക്കുന്ന എഞ്ചിനുകളിൽ പ്രത്യേകിച്ച് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവാൻ സാധ്യതയില്ല. നമുക്ക് ECU കൺട്രോൾഡ് പുതിയ എഞ്ചിൻസിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്മൾ ഫ്ലെക്സി ഫ്യൂൽ എഞ്ചിൻസ് തന്നെ പറയാം. അവിടെ ശരിക്കും വേണ്ടത് അവർ ഈ ഫ്യൂൽ ഇൻടേക്ക് വരും, നമ്മളിപ്പം കൊടുക്കുന്ന ഫ്യൂലിലെ എഥനോൾ കണ്ടന്റ് എത്ര എന്ന് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യണം, അവിടുത്തെ ആ ഒരു സ്പാർക്ക് ടൈമിങ്ങും അതേപോലെ ഫ്യൂൽ ഇഞ്ചക്ഷൻ ടൈമിങ്ങും കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. നോർമൽ എഞ്ചിനിലേക്ക് പോയി കഴിയുമ്പോൾ പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഇല്ല. ഈ എഞ്ചിനുള്ളിൽ വെള്ളവും പെട്രോളുമായിട്ട് തിരിയുന്ന പല വിഷ്വൽസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പല ആളുകളും അത് ആരോപിക്കുന്നുണ്ട്. ശരിക്കും കെമിക്കലായിട്ട് അങ്ങനെ ഒരു റിയാക്ഷൻ എത്രത്തോളം സാധ്യമാണ്? ഇത് രണ്ടും വേർപിരിയുമോ എഞ്ചിനുള്ളിൽ? അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? അതിലേക്ക് ഞാൻ വരാം. ഒന്ന് ഞാൻ സാർ പറഞ്ഞു വെച്ചത് ഈ പെട്രോൾ സ്പാർക്കിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എഥനോൾ അടയുന്ന സമയത്ത് വേറെ വിഷയമുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ കോൾഡ് കണ്ടീഷനിൽ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വളരെ പ്രയാസം ഉണ്ടാവും. കാരണം ഈ പെട്രോളിൻ്റെ ഏകദേശം ഒരു ബോയിലിംഗ് പോയിൻ്റൊക്കെ വരുന്ന ഏകദേശം 30-40 പെട്രോൾ ബോയിൽ ചെയ്ത് പോകും. പക്ഷെ എഥനോൾ എന്നൊക്കെ പറഞ്ഞാൽ 80 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ പോകേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ പെട്രോളിനേക്കാൾ ഇരട്ടി ടെമ്പറേച്ചർ എഥനോളിൽ വേണ്ടി വരും. അപ്പോൾ സാധാരണ ഒരു രാവിലെ നമ്മൾ വണ്ടി ഓൺ ആക്കുന്ന സമയത്ത് പല വണ്ടികൾക്ക് ഇപ്പോഴും പെട്രോൾ അടിഞ്ഞ സമയത്തിന് ഉണ്ടാവലുണ്ട്. അപ്പോൾ എഥനോളിൻ്റെ കണ്ടന്റ് കൂടുന്ന സമയത്ത് സ്റ്റാർട്ടിങ് ട്രബിൾ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാവും എന്നുള്ളൊരു ഇഷ്യൂ. അത് എഞ്ചിനും വളരെ കേടാണ്. നമ്മൾ സെൽഫ് അടിക്കുന്ന സമയത്ത് നമ്മൾ കുറേ സമയം ഇവിടെ അഥവാ എഞ്ചിൻ ഹീറ്റായി ആ എഥനോൾ ബോയിലിംഗ് ടെമ്പറേച്ചർ എത്തിയതിന് ശേഷം ആ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുള്ളൂ. കാരണം ഈ സ്പാർക്കുന്ന സമയത്ത് പെട്രോളിനെ കൂടി ആരും വരുന്നുണ്ട്, എഥനോൾ വരുന്നുണ്ട്, ഇഷ്യൂ ഉണ്ട്. രണ്ടാമത് പറഞ്ഞ ഈ റിയാക്ഷൻ പ്രൊസീജിയറിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മൾ സാധാരണ ഒരു 100% ഒരു പെട്രോളാണ് ഒരു ചേമ്പറിലേക്ക് ഒരു ടാങ്കിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിയാക്റ്റീവ് റേറ്റ് 0% ആണ്. അതെന്ന് പറഞ്ഞാൽ ചുറ്റുപാടിലേക്ക് ചെറിയൊരു തുരുമ്പ് നിലപ്പുറത്തേക്ക് അവിടെയുള്ള റബ്ബറിനെയോ, കാരണം ആ ഒരു പെട്രോളിൻ്റെ മേഖലയിൽ ആ രീതിയിലാണ് റിയാക്ടിവിറ്റി ബേസ് ചെയ്തിട്ടാണ് ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് നമ്മൾ എഥനോൾ ആഡ് ചെയ്യുക, അതിൻ്റെ പെർസെൻറ്റേജ് കൂടാൻ നമ്മൾ ചെറിയ പെർസെൻറ്റേജ് ഒന്നല്ല ആഡ് ചെയ്യുന്നത്, 20% ആണ്. അപ്പോൾ ഈ 20% ആഡ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഇതിലുള്ള ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു റബ്ബറിൻ്റെ റിയാക്ടിവിറ്റി കൂടുതലാണ്. റബ്ബർ മാത്രമല്ല, റബ്ബറിൽ ഒരുപാട് ഈ അതിൻ്റെ എഫക്റ്റീവ് അതല്ലെങ്കിൽ റബ്ബറിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ വൾക്കണൈസേഷനും പറയാറുണ്ട്. അല്ല പല പ്രൊസീജിയറിലും നമ്മൾ സൾഫർ ആഡ് ചെയ്യാറുണ്ട്, പല ആക്റ്റീവ് കോമ്പൗണ്ടുകൾ ആഡ് ചെയ്യാറുണ്ട്, അതുപോലെ കാർബൺ കണ്ടന്റുകളൊക്കെ ആഡ് ചെയ്യാറുണ്ട്. ഇതിൽ ഹൈലി സൊല്യൂബിൾ ഇൻ എഥനോൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എഥനോൾ ഡിസോൾവ് ആയി പോകുന്നുണ്ടെന്നുള്ളതാണ്. മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ എഥനോളിന് പെട്രോളിനേക്കാളും എഫിനിറ്റി കൂടുതൽ വാട്ടറൈറ്റാണ്. അപ്പോൾ നമ്മൾ ഈ ഹൈഗ്രോഫിലിക് കണ്ടീഷനെ കുറിച്ച് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മോയ്സ്ചർ കണ്ടീഷനിൽ സ്വാഭാവികമായിട്ടും പെട്രോൾ ഒരിക്കലും എപ്പോഴും
പിന്നെ അറ്റ്മോസ്ഫിയറായിട്ട് പല രീതിയിൽ കോണ്ടാക്റ്റിൽ വരാറുണ്ട്. ആ സമയത്ത് വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെ ഒറ്റഘട്ടത്തിലെങ്കിലും പല ഘട്ടങ്ങളിലായി പ്രത്യേകിച്ച് കേരളത്തിൽ 7 മാസങ്ങളൊക്കെ ശക്തമായ മഴ പെയ്യുന്ന പ്രദേശം, ഒരു കാലാവസ്ഥയുള്ള പ്രദേശമാണ്. അപ്പം നല്ല മോയ്സ്, നേരത്തെ പറഞ്ഞു 70% മോയ്സ് കണ്ടീഷനിലുണ്ട്. ആ മോയ്സ്ചറിന് വാട്ടറിനെ അബ്സോർവ് ചെയ്യുന്നു. അപ്പോൾ ഈ പിന്നെ എത്തനോളിന് പെട്രോളിനേക്കാളും എഫിനിറ്റി കൂടുതൽ ഈ പിന്നെ പോളാർ കണ്ടീഷനിൽ വരുന്ന അങ്ങനെ ഹൈഡ്രജൻ ബോണ്ടിങ് നമ്മൾ പറയാം. നല്ല പവർഫുൾ ബോണ്ടിങ് ആണ്. മറ്റൊക്കെ വളരെ വാണ്ടർവാൾസ് ബോണ്ടിങ് എന്നൊക്കെ പല രീതിയിൽ നമ്മൾ പറയാറുണ്ട്. അതിനേക്കാൾ ഈ എത്തനോൾ എഫിനിറ്റി കൂടുതൽ വാട്ടർ ആയിട്ടാണ്. അപ്പോൾ ഇവർ ഒരു പ്രത്യേക ലെയറായി രൂപപ്പെടുന്നു. അപ്പോൾ ഡെൻസിറ്റി കൂടിയത് കൊണ്ട് തന്നെ ഇവരിങ്ങനെ അടിയിലിങ്ങനെ അടിഞ്ഞു കൂടുന്നു എന്ന് പറഞ്ഞാൽ ഈ പിന്നെ പെട്രോൾ എടുക്കേണ്ട പല പണികളെയും ഇവരെന്ത് ചെയ്യുന്നത് ഈ ലെയർ ഫേസ് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പല മേഖലയിലും നമ്മളെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന സാധനമാണ് ഫേസ് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പെട്രോളിൻ്റെ പിന്നെ അതിൻ്റെ എഫിഷ്യൻസി കുറക്കാൻ അപ്പുറത്തേക്ക് പെട്രോൾ ചെയ്യേണ്ട പല കാര്യങ്ങളും ഇതൊരു ബാരിയറായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മളിപ്പോൾ ഇൻസുലേറ്റർ എന്നൊക്കെ പറയും പോലെ തന്നെ പെട്രോൾ ഒരു ഇൻസുലേറ്ററായിട്ട് ഈ വാട്ടർ എത്തനോൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വരുന്നത്. പെട്രോളും എത്തനോളും ബൈൻഡ് ചെയ്യുന്നുണ്ടല്ലോ, ഇതൊരു മിക്സറായിട്ട് തയ്യാറാക്കുകയാണല്ലോ, പരസ്പരം വേർപിരിയാത്ത ഒരു സിംഗിൾ സൊല്യൂഷനാക്കി മാറ്റുകയാണ്. അപ്പോൾ കാലാവസ്ഥ അനുസൃതമായിട്ട് ഇത് വേർപിരിയാനുള്ള സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ഈ പറഞ്ഞു വരുന്നത്. തീർച്ചയായും. അതായത് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒരു ഭാഗത്ത് വാട്ടറിന് കംപ്ലീറ്റ്ലി പോളാർ സൊല്യൂഷനാണ്. ഈ ഭാഗത്ത് പെട്രോൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നോൺ പോളാറാണ്. നടുവിലാണ് എത്തനോൾ നിൽക്കുന്നത്. എത്തനോളിന് ഈ പിന്നെ പെട്രോളൈറ്റ് എഫിനിറ്റി ഉണ്ടാക്കുന്ന നോൺ പോളാർ സൈഡുകളുണ്ട്, വാട്ടറായിട്ട് എഫിനിറ്റി വലിക്കുന്ന പോളാർ ഭാഗങ്ങളുണ്ട്. അപ്പോൾ വാട്ടർ ഇല്ലാത്ത കേസിൽ നമുക്ക് പറയാം, നമുക്ക് ഒരു പരിധി വരെ എത്തനോൾ പെട്രോൾ മിക്സർ യൂസ് ചെയ്യാമെന്ന് പറയാം. പക്ഷേ വരുന്നത് എത്തനോളിൻ്റെ സ്വഭാവം വെച്ചിട്ടാണ്. മൂപ്പര് വാട്ടർ നല്ലോണം അബ്സോർബ് ചെയ്യും. ആ സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നം പിന്നെ ഈ പെട്രോൾ എഫിനിറ്റി രണ്ട് ഭാഗം പറഞ്ഞു. ഒന്ന് നോൺ പോളാർ എഫിനിറ്റി ടുവാർഡ്സ് ദി പെട്രോൾ, പോളാർ എഫിനിറ്റി ടുവാർഡ്സ് വാട്ടർ. നമ്മൾ രണ്ടും എഫിനിറ്റി നോക്കുന്ന സമയത്ത് എഫിനിറ്റി കൂടുതൽ പോളാർ എഫിനിറ്റിയാണ്. ഓക്സിജൻ അഥവാ ഈ ഹൈഡ്രജൻ ബോണ്ട് തന്നെ പറഞ്ഞാൽ ഇലക്ട്രോ നെഗറ്റീവും ഹൈഡ്രജൻ ഉണ്ടാക്കുന്ന ബോണ്ടുകളാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ എത്തനോൾ ഓക്സിജൻ ഉണ്ട്, സ്വാഭാവികമായിട്ടും ഇപ്പുറത്ത് വരുന്ന സമയത്ത് പിന്നെ ഈ ഓക്സിജൻ ഉണ്ട്, ഇവിടെ വാട്ടർ ഹൈഡ്രജൻ ഉണ്ട്. ഇവ തമ്മിൽ സ്ട്രോങ് ബോണ്ട് ഉണ്ടാക്കുന്നതാണ്. ഈ സ്ട്രോങ് ബോണ്ട് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി എത്തനോൾ പെട്രോൾ ഉണ്ടാക്കുന്ന നോൺ പോളാർ ഇൻട്രാക്ഷൻ ഉണ്ട്, അതിനേക്കാളും വളരെ കൂടുതലായിരിക്കും. ഒരു പെർമനൻറ്റ് ബോണ്ടായിരിക്കും ഈ വാട്ടർ എത്തനോൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ ലെയർ ഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിന് വളരെ സമയമൊന്നും ആവശ്യമില്ല. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വാട്ടറിൻ്റെ ചെറിയൊരു സാന്നിധ്യം കൊണ്ട് പോലും നമുക്ക് ഈ ബോണ്ട് രൂപപ്പെടാം. എന്ന് പറഞ്ഞാൽ 1 മാസം കൊണ്ട് തന്നെ ഈ ലെയർ ഫോം ചെയ്ത് തുടങ്ങും. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, അതായത് ഈ ഫ്യൂവൽ പമ്പുകളിൽ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതേപോലെ മറ്റൊരു ആർഗ്യുമെൻ്റ് ഉയർന്നു ഈ ഇത്തരത്തിൽ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ ഉപയോഗിക്കുന്നുണ്ട്, E20 പെട്രോൾ ഉപയോഗിക്കുന്നത് കൊണ്ട് പല വാഹനങ്ങളുടെ ഉള്ളിൽ ഈ വെള്ളം കടക്കുകയും എഞ്ചിൻ്റെ പല ഭാഗങ്ങളിലും തുരുമ്പ് പോലെയുള്ള അല്ലെങ്കിൽ ദ്രവിക്കുന്ന അല്ലെങ്കിൽ വാട്ടർ ഡെപ്പോസിറ്റ് വന്ന് കേടുവരുന്നൊരു സാഹചര്യമൊക്കെ കാണിക്കുന്നുണ്ട്. അത് എത്രത്തോളം അത് അങ്ങനെ ഇല്ല എന്നാണ് വാഹന നിർമ്മാതാക്കൾ പറയുന്നത്. ഇവിടെ ഈ ഉപയോക്താക്കളെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയുണ്ട്, സ്വയം തെളിയിക്കേണ്ടി വരികയാണ്. നമ്മൾ ഇപ്പം നിതിൻ ഗഡ്കരിയുമായി ബന്ധപ്പെട്ട് ഈ വിഷയം വലിയ രീതിയിൽ ഉന്നയിക്കപ്പെട്ടപ്പോൾ വാഹന നിർമ്മാതാക്കളെയാണ് അദ്ദേഹം കോട്ട് ചെയ്യുന്നത്. മാരുതി അടക്കമുള്ള വാഹന നിർമ്മാതാക്കൾ പറയുന്നത് ഇത്തരത്തിൽ ഒരു വിഷയം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം ഉപയോക്താക്കൾ തുടർച്ചയായിട്ട് വീഡിയോ ഇടുന്നുണ്ട്. 2 വീലറുകളുടെ സൈലൻസറിൽ തുരുമ്പ് പിടിച്ചത്, അതുപോലെ വെള്ളം കാറിൻ്റെ പല ഫിൽറ്ററുകളിൽ വെള്ളം കടന്നിട്ട് നിന്ന് പോയത്, അങ്ങനെ പലതരത്തിലുള്ള ആർഗ്യുമെൻ്റ്. എത്രത്തോളം അതിനുള്ള സാധ്യതയുണ്ട്? ഇതൊക്കെ ശരിയാണോ? നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്ന രീതി നമുക്കങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും നമ്മളൊരു ഈ E20യുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞപ്പോൾ 2 രീതിയിൽ നമ്മൾ പറഞ്ഞു. ഒന്ന്, എഥനോൾ എന്ന് പറഞ്ഞ കമ്പോണൻറ്റ് തന്നെ ഡയറക്റ്റ്ലി നമ്മുടെ ഒരു ഡ്രൈ ആയിട്ട് തന്നെ മെറ്റൽസായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, അത് കൊറോഷന് കാരണമാവും എന്നുള്ളത് ഒരു സൈഡുണ്ട്. രണ്ടാമതൊരു വശം, ഇത് നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ അബ്സോർബ് ചെയ്യുമ്പോൾ അത് കാരണം ഉണ്ടാവുന്ന ഇതൊരു റേറ്റ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു പിന്നെ ഇറ്റ്സെൽഫ് എന്താണ് നമ്മളൊരു പ്യുവർ മെത്തനോൾ എടുത്ത് ചെയ്താൽ തന്നെ നമുക്കെന്ത് പറയാം, അതിന് കൊറോസീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെന്ന് പറയാം. ഇതിൻ്റെ കൂടെ വാട്ടറോട് വരുമ്പം നമുക്കിതിൻ്റെ റേറ്റ് കൂടും, അതായത് നമ്മളൊരു കൊറോസീവ് നാച്ചർ കൂടും എന്ന് പറയാം. നോർമലി നമ്മളൊരു വെഹിക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ മിനിമം ഒരു 20 ഇയേഴ്സ് ഒരാൾ വെഹിക്കിൾ ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടും ഇത് വെച്ചിട്ട് എന്ന് പറയാം. നമുക്ക് പ്രത്യേകിച്ച് എഥനോൾ എന്നുള്ളത് വാട്ടർ അബ്സോർബ് ചെയ്യുകയും എഥനോൾ ഇറ്റ്സെൽഫ് ഒരു കൊറോസീവ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് രണ്ടും കൂടെ വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ വെൻ കമ്പയർ ടു പെട്രോൾ നമുക്ക് കൊറോസീവ് നാച്ചർ കൂടുതലാണെന്ന് പറയാം. പക്ഷെ അത് ഇവർ റിപ്പോർട്ട് ചെയ്തേക്കുന്ന കേസുകൾ ടോട്ടലി ഇങ്ങനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും കൊറോസീവ് റേറ്റ് കൂടും എന്ന് നമുക്ക് പറയാം. E20 പെട്രോൾ എന്തായാലും സർക്കാർ പിന്നോട്ട് പോവില്ലെന്നാണ് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ വലിയ രീതിയിൽ അത് നമ്മുടെ പെട്രോൾ പമ്പുകളിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മൾ വാഹനങ്ങളിൽ ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോളൊക്കെ മിക്കവാറും എല്ലാ പമ്പുകളിൽ നിന്ന് ലഭിക്കുന്നത് സമാനമായ രീതിയിലുള്ള പെട്രോളാണെന്നാണ് നമ്മൾ കരുതുന്നത്. ഇതിനെ മെച്ചപ്പെടുത്താൻ ഒരുപക്ഷെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന എല്ലാ ആരോപണങ്ങളും കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ
ഈ സാഹചര്യത്തിൽ ഒരു മാറ്റം വരുത്താൻ സാധിക്കുമോ? അതോ മറ്റെന്തെങ്കിലും മാറ്റം വരുത്താൻ നിർദ്ദേശിക്കാൻ പറ്റുമോ നമുക്ക്? നിലവിൽ E20 എന്നുള്ളത് നമ്മൾ പ്രൊപ്പോസ് ഒരു ബെഞ്ച് മാർക്കാണ്. ആ ബെഞ്ച് മാർക്കിലേക്ക് എത്തുന്ന സമയത്ത് അതിന് കോമ്പാറ്റബിൾ ആയിട്ട് എൻജിൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഒന്ന്, പുതിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻജിൻസൊക്കെ അതിന് കോമ്പാറ്റബിൾ ആയിട്ട് മാനുഫാക്ചർ ചെയ്യുക എന്നുള്ളത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് വരും. അടുത്തൊരു സൈഡ്, നിലനിൽക്കുന്ന എൻജിൻസിൽ മാറ്റങ്ങൾ വരുത്തുക. അത് വീണ്ടും സാധാരണക്കാരനായ വെഹിക്കിൾ യൂസ് ചെയ്യുന്ന ആളുകൾക്കുള്ള വലിയൊരു പ്രഹരമായിട്ടാണ് വരിക. വെച്ചാൽ അത് ലോങ് ടൈം നോക്കുന്ന സമയത്ത് അത് മെയിൻ്റനൻസ് കൂടുന്നുള്ളൊരു സൈഡ്, അത് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ചില കമ്പോണൻസ് മാറ്റുക, മിനിമം അതെങ്കിലും ചെയ്യുക എന്നുള്ളതായിരിക്കും. അതല്ലെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. E20 വേണ്ടവർക്ക് E20 ഉപയോഗിക്കാം, അല്ലാത്തവർക്ക് പ്യുവർ പെട്രോൾ ഉപയോഗിക്കാം എന്നുള്ളൊരു സജഷൻസ്, അങ്ങനെ ഒരു സജഷനിലേക്ക് നമുക്ക് പോകാൻ തോന്നുന്നു. E20 പെട്രോളുമായി ബന്ധപ്പെട്ട് വലിയ ഗൗരവതരമായ ചർച്ചകളാണ് സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ പ്രതീക്ഷകളെക്കാൾ അപ്പുറം വലിയ ആശങ്കകൾ തന്നെയാണ് ഓരോ ചർച്ചകളിലും സ്ഥിരീകരിക്കപ്പെടുന്നത്. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.